ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു കോഡ് സെറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ ടോപ്പും പാൻറ്റും ഈ ഒരു ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരു ജോർജറ്റിൻ്റെ ക്ലോത്ത് അല്ല, പക്ഷേ ലൈനിങ് കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലോത്തായിട്ട് തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ ഞാനിത് 4 മീറ്ററാണ് വാങ്ങിയത്. വീതി നമുക്ക് 58 ഇഞ്ചോളം വരുന്നുണ്ട്. നല്ല വീതി വരുന്നൊരു ക്ലോത്താണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അങ്ങനെ 4 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള വൈറ്റ് ലേസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ കരുതി ഞാനിത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീതിയിലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് കേട്ടോ. ക്ലോത്ത് ഇപ്പം വീതിയിൽ എടുത്തിട്ടാണോ, വീതി നല്ല വീതിയുണ്ട്, 58 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ ലെങ്ത്ത് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ 4ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ താഴേന്ന് നമ്മൾ ലെങ്ത്ത്, മൊത്തത്തിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 45 അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 47 കേട്ടോ ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അത് താഴത്തുനിന്ന് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലെ ബാക്കിയുള്ള കുറച്ച് ഭാഗത്ത് നമുക്ക് സ്ലീവ്സും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 4 മീറ്റർ ക്ലോത്തിൽ തന്നെ നമുക്ക് പാൻറ്റും ടോപ്പും സ്ലീവും ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. മീറ്ററിനാണെങ്കിൽ വെറും 70 രൂപയുള്ളൂ കേട്ടോ. അടിപൊളി ക്ലോത്താണ്. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്ലോത്താണ്. അലക്കി ഉണക്കി എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ ടൈപ്പുള്ള, പെട്ടെന്ന് കേടരാത്ത ടൈപ്പുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാൻ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവൾ XXL സൈസ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു അവളുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതാണ് കേട്ടോ. എനിക്കങ്ങനെ സൈസ് അങ്ങനെ XL ആണോ XXL ആണോ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് ഷോൾഡറും പിന്നെ അവിടെ നിന്ന് താഴേക്കും 7.5 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 15.5 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വേസ്റ്റ് ലെങ്ത്ത് പറഞ്ഞാൽ വീതി കുറഞ്ഞ ഭാഗം കേട്ടോ. പിന്നെ നമ്മൾ ഈ കൈക്കുഴിക്ക് കൊടുത്ത ആ ഭാഗത്തു നിന്ന് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 44 46 കേട്ടോ. 46 വരുമ്പോൾ 11.5 ഇഞ്ച് 4 ഭാഗമാക്കുമ്പോൾ 11.5 ഇഞ്ചും വരും. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, വേസ്റ്റിൻ്റെ അവിടെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമല്ലേ, അവിടെ അളവ് വരുന്നത് 42. അപ്പോൾ അതിന് 4 ഭാഗമാക്കുമ്പോൾ 10.5 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ച് താഴേക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി, ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് താഴേക്ക് അടയാളപ്പെടുത്തിയ ശേഷമാണ് നമ്മൾ കൈക്കുഴിക്ക് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ അങ്ങനെ ചെരിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് കൈക്കുഴിയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. കൈക്കുഴി വരച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യണം, കൈക്കുഴി കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 21 ഇഞ്ചാണ് മോളുടെ കൈക്കുഴിയുടെ അളവ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് 10.5 ഇഞ്ചും പിന്നെ എക്സ്ട്രാ 2 ഭാഗമാക്കിയ 10.5 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടണം. അപ്പോൾ അതുണ്ടോയെന്ന് അവിടെ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഓപ്പണിൻ്റെ ലെങ്ത്താണ്. ഓപ്പണിൻ്റെ ലെങ്ത്ത് ഞാൻ 23 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഓപ്പൺ റൗണ്ട്, അത് മൊത്തത്തിൽ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 50 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 50 ഇഞ്ചിന് നമ്മൾ 4 ഭാഗമാക്കുമ്പോൾ 12.5 ഇഞ്ചും പ്ലസ് 2 ഇഞ്ചും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞൊരു ലൂസിലായിട്ട് തയ്ക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് ഓപ്പൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളൂ ഓപ്പണിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത് ഞാൻ 2 ഇഞ്ചിന് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഫ്രീ ആയി കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. അതേ അളവ് തന്നെയാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. താഴെ ഭാഗത്ത് ഇവിടെയൊക്കെ സെയിം ഓപ്പണിൻ്റെ അതേ അളവ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നൊക്കെ യോജിപ്പിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ താഴ്ഭാഗം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്, താഴ്ഭാഗം കൊടുക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് ആക്കിയാണ് ഇവിടുന്ന് ഓപ്പണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഇത്രയും ആ വരച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഓപ്പണിൻ്റെ ഭാഗം ഇവിടെ 23 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗം ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ കറക്റ്റായിട്ട് രണ്ടെന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് 2 ഭാഗവും നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് പീസ് നമ്മൾ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിന്ത്രയിലായാലും മീഷോയിലായാലൊക്കെ ഈ ഒരു എന്താ പറയുക കോഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ
ഈ ഒരു ടൈപ്പാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാൻ ആ മോഡലൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ച് ലെങ്ത്ത് കുറവായിട്ടും ബാക്ക് ഭാഗം കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് മാത്രം ഒരു 10 ഇഞ്ചാണ് ലെങ്ത്ത് കുറവ് കൊടുക്കുന്നുള്ളൂ കേട്ടോ മുൻഭാഗത്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ അത് വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലോത്ത് കുറവാണ്, അതായത് നമ്മളെ കയ്യിലുള്ള ക്ലോത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം വേറെയും ബാക്ക് ഭാഗം വേറെയും കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്രയും തുണി, കുറച്ച് തുണി വേസ്റ്റ് ആവില്ല. ഇതാ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് വളരെ കുറച്ച് തുണിയുള്ളൂ, എന്നാലും ക്ലോത്ത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഫ്രണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ ക്ലോത്ത് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം ലെങ്ത്ത് കുറച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പീസിനേക്കാൾ 10 ഇഞ്ച് കുറച്ചിട്ടാണ് ഫ്രണ്ട് ഭാഗം എടുക്കുന്നത്. അതവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഇങ്ങനെ ജസ്റ്റ് വളച്ച്, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വളച്ചൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, നെക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ലൈനിങ്ങോ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാനില്ല, അങ്ങനെ ലൈനിങ് ഒന്നും വെക്കേണ്ടാത്തൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ക്ലോത്തിലുള്ള പ്രിൻറ്റിൻ്റെ ബ്ലൂ കളറിലുള്ള ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ട് ചെയ്തിട്ട് ക്രോസ് പീസിൽ ഇങ്ങനെ കുറച്ച് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 15.5 ഇഞ്ചിൽ നമുക്ക് ലെങ്ത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലുള്ള ഒരു ക്യാൻവാസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം 15 ഇഞ്ചാണ്, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് പോകേണ്ടത് 6.25 ഇഞ്ചാണ് കേട്ടോ. 6.5 ഇഞ്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 6.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പകുതിയും കൂടി, അതായത് 6.25ൻ്റെ പകുതി കൂടി ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ. ആ പകുതി ഭാഗം ആദ്യം ഒന്ന് ഇവിടെ സ്ക്വയർ ഷേപ്പ് നമ്മൾ ചതുരത്തിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആ പകുതി 6.25ൻ്റെ പകുതിയായിട്ടാണ് എടുക്കുന്നത്. ആ പകുതി ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു ചതുരത്തിൽ വരച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് താഴോട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക്, അതായത് ഫുൾ ലെങ്ത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വി ഷേപ്പിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പകുതി വരെ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് നമ്മളൊരു ഇവിടെ വി ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ നെക്ക് ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എന്താ പറയുക, അതിന് മുമ്പ് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്റർ ഭാഗത്തൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് ഒന്ന് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഈ ഒരു മടക്ക് ഇങ്ങനെ കാണും ക്യാൻവാസിൻ്റെ, അതിലൂടെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇനി രണ്ടാക്കിനെ മടക്കി നമുക്ക് അത്രയും ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 15 ഇഞ്ച്, അതായത് ഓരോരുത്തരുടെയും യോക്ക് ലെങ്ത്ത് ഓരോ അളവായിരിക്കും, അതിനനുസരിച്ച് ലെങ്ത്ത് കൊടുക്കാം. അത്രയും ഭാഗം എന്താ പറയുക ഒന്ന് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു പൈപ്പിംഗ് വരുന്നത് യോക്ക് ലെങ്ത്ത് വരെയാണ്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ റൗണ്ട് ഷേപ്പിൽ, ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വി ഷേപ്പിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അവിടെ ആ പകുതിയിൽ നമ്മൾ റൗണ്ടായിട്ടും ബാക്കി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ, അതായത് നമ്മളെ കയ്യിലുള്ള ക്ലോത്ത് അതിലൊന്ന് ക്യാൻവാസ് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈന് ഞാൻ 2 ലൈൻ വരക്കുന്നുണ്ട്. അതിൻ്റെ ആ ലൈൻ 2 ലൈൻ വരച്ചതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം കേട്ടോ. അതിനുള്ള ക്യാപ്പാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ 2 ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തില്ലേ അതിൽ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ഇതുവരെ നമ്മൾ എന്താ പറയുക, ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് ചെയ്തെടുക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ക്യാൻവാസ് ഒന്ന് ജസ്റ്റ് മറ്റേ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു
നെക്ക് ഡിസൈനിലൂടെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മൾ 2 ലൈൻ വരച്ചില്ലേ, ആ ലൈനിലൂടെ ഒന്ന് തയ്ക്കണം. പിന്നെ ചുറ്റുഭാഗവും ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കുകയാണല്ലോ ചെയ്യാറുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ചീത്ത ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ ആദ്യം നമ്മുടെ നെക്കിൻ്റെ അതേ ഡിസൈനിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളെങ്ങനെയാണ് ഇപ്പം നമ്മൾ ക്ലോത്തിന് ചീത്ത ഭാഗത്താണ് നമ്മൾ ക്യാൻവാസുള്ള തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു നമ്മളെ സെൻറ്റർ ഭാഗത്തൂടെയൊക്കെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ 2 ലൈൻ വരച്ച് ആ ലൈൻ വല്ലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വരച്ചെടുത്ത നെക്കിൻ്റെ അതേ ഷേപ്പിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലേസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ലേസ് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാനായിട്ട്. അത് ഞാനിപ്പോൾ ഈ ക്ലോത്തിന് മാച്ച് ചെയ്തൊരു വൈറ്റ് ലേസ് വെച്ചതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ക്ലോത്തിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന ലേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്നാണ് ഈ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തില്ല, അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ലേസ് വെച്ച് കൊടുക്കേണ്ടത്. റൗണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ നെക്ക് വെച്ച് കൊടുക്കേണ്ട ലേസ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു വി കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്നാണ് ലേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ടിങ്ങനെ ആ ഒരു ഇതിലൂടെ താഴെ വരെ ഇതുവരെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ലേസ് ഇതുപോലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ കേട്ടോ. ആ ഒരു കട്ട് ചെയ്തതിൻ്റെ ക്ലോത്തിൻ്റെ ആ ഒരു വി നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം വരെ ചെയ്യുന്നുള്ളൂ. നമ്മൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ലേസ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ലേസ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ പൈപ്പിങ്ങിന് കട്ട് ചെയ്ത ക്ലോത്താണിത്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് വരുന്നതുകൊണ്ട് ഞാനത് ചെറിയൊരു പ്രിൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം ഒരു സൈഡിൽ പ്രിൻ്റ് ഇല്ല, ഒരു സൈഡിൽ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ആ ഒരു ലേസ് വെച്ച് തയ്ച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു ക്ലോത്തും പൈപ്പിങ്ങിനുള്ള ഈ ഒരു ക്രോസ് പീസും വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒരു സൈഡ് ആദ്യം തയ്ച്ചു, എന്നിട്ടാണ് നമ്മൾ മറ്റേ സൈഡ് തയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ആയിട്ട് കുറച്ചൊരു വീതിയിലുള്ള ഒരു പൈപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങോട്ട് മടക്കിയിട്ട് നമ്മൾ ആ ഒരു ലേസിൻ്റെ കറക്റ്റാക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് നമ്മൾ നല്ല ഭാഗത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പൈപ്പിംഗ് നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് ലേസിൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ മടക്കി ഒരു പൈപ്പിംഗ് പോലെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്ലോത്തിനനുസരിച്ചുള്ള കളർ പൈപ്പിംഗാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മുടെ ക്ലോത്തിനനുസരിച്ചുള്ള മാച്ച് ചെയ്യുന്ന കളർ വെച്ച് തയ്ക്കാം കേട്ടോ. പിന്നെ ഒരു സൈഡ് ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു, ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് ഇതുപോലെ പൈപ്പിംഗ് വെച്ച് ആ ഒരു വി ഷേപ്പ് വരെ അതായത് നമ്മൾ ആ ലേസ് വെച്ചത് വരെ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ആ ഒരു അധികം നേർത്ത പൈപ്പിംഗ് അല്ല, ഒരു കുറച്ചൊരു വീതിയിലുള്ള പൈപ്പിംഗ് പോലെ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി ഇത് രണ്ടും നമ്മളിപ്പോൾ പൈപ്പിങ്ങിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾ യോജിപ്പിക്കാനായിട്ട് ഉള്ളിലൊരു ചെറിയൊരു പീസ് വെച്ചതായി അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് 2-3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസാണ്. അങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്നൊക്കെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. അതിന് തയ്യൽ തുമ്പൊന്നും കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു പൈപ്പിങ്ങിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് നിൽക്കണം എന്നേ ഉള്ളൂ. അതിന് വേണ്ടി വെച്ചെടുക്കാനേ ഉള്ളൂ.
ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ തയ്യൽ തുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പിഞ്ഞി നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ട് സൈഡൊക്കെ ഒന്ന് തയ്ച്ച് വെച്ചത്. ഇനി നമുക്കിതാ ഇത് ഈ ഒരു എന്താ പറയുക വി ഷേപ്പിൻ്റെ എൻഡ് ഭാഗം, അതായത് നമ്മുടെ നെക്കിൻ്റെ ഫുൾ ലെങ്ത്, അതായത് 7 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഞ്ചാണല്ലോ, അവിടെയാണല്ലോ നമ്മൾ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് മതി ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ക്ലോത്ത് നമ്മുടെ നെക്ക് നമുക്ക് ഇറുങ്ങി നിൽക്കരുതല്ലോ. അപ്പോൾ അതിന് താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം. അത് ഞാൻ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് അവിടെ ആദ്യം ഒരു സൈഡ് തയ്ച്ചതിന് ശേഷം അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കാണാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ കറക്റ്റ് ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. കറക്റ്റായിട്ട് പിടിച്ചിട്ട് ആ പൈപ്പിങ് രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പോൾ അത് ആ ഒരു വി വരുന്ന വരെയാണ് നമ്മൾ ആ ഒരു ഉള്ളിൽ വരുന്ന ക്ലോത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലേസ് വെച്ചിട്ട് ആ റൗണ്ട് നെക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ റൗണ്ട് നെക്കിലൂടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെയാണ് തയ്ക്കുന്നത്. എക്സ്ട്രാ ഉള്ള ഞാൻ ആ പൈപ്പിങ്ങിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അവിടെ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ, കറക്റ്റായി വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ വി ഷേപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോഴും നമ്മൾ അതിലൂടെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം കേട്ടോ. നമ്മളവിടെ കട്ട് ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ലേസ് ഇങ്ങനെ ആ റൗണ്ടിൽ ഇങ്ങനെ വരുന്ന പോലെ ആണ് ചെയ്തെടുക്കുന്നത്. ഉണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലൂ പൈപ്പിംഗ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്തു നിന്ന് ഇവന് ഏത് ഭാഗത്തു നിന്ന് തയ്ച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ഭാഗത്തു നിന്ന് തയ്ച്ച് ചീത്ത ഭാഗത്തേക്ക് മടക്കി തയ്ച്ചാലും മതി. ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്ക് ഏത് രീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നല്ല ഭാഗത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു ലേസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസ് തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റില്ല. എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അതിന് ശേഷം ഇതുപോലെ ഇതുപോലെ ആ ഒരു വീതിയിൽ തന്നെ നമ്മളൊന്ന് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനായി തോന്നി. അതിപ്പോൾ നമുക്ക് കോഡ് സെറ്റിൻ്റെതല്ല, എല്ലാ ടൈപ്പ് ഉടുപ്പിനായാലും ടോപ്പിനായാലും കുർത്തിക്കായാലൊക്കെ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ്. ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഡിസൈൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബട്ടൺസോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ നല്ല ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കുക, ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി കൊടുത്ത് സ്ലീവും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്, പിന്നെ ലെങ്ത്തും വിഡ്ത്തും എടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടാക്കി മടക്കിയിട്ട് ഇനി നമ്മൾ പൈപ്പിംഗ് വെച്ച് തന്നെയാണ് ബാക്ക് പീസും ചെയ്തെടുക്കുന്നത്. പൈപ്പിംഗ് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് നല്ല ഭാഗത്ത് വെച്ച് ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എടുത്തിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറിച്ച് തയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം അതിൻ്റെ ഷോൾഡറും ബാക്ക് ഭാഗം അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡർ കൂട്ടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാവുന്ന കാര്യമേ ഉള്ളൂ, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗമാണ് നമ്മൾ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ഒരു പൈപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗം വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങോട്ടൊന്ന് മറിച്ച് കൊടുക്കുക. ആ പൈപ്പിങ് ഇങ്ങോട്ട് മറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുത്താൽ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഷോൾഡർ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക വൃത്തിയായിട്ട് നിൽക്കും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
ഇനി ഇതാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടും. അവിടെ ഒന്ന് വൃത്തിയായി നിന്നാലേ നമുക്ക് നെക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുള്ളൂല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ബാക്കിൻ്റെ നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടില്ലല്ലോ, ആ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തയ്ച്ച് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ഷോൾഡർ തമ്മിൽ കൂട്ടി തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി സ്ലീവ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്ലീവിൽ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഒരു 7 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. മുകളുടേത് 14 ഇഞ്ചിലാണ്. നമുക്ക് 14 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവാണ്. അതായത് തയ്യൽ തുമ്പടക്കി 16 ഇഞ്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ 7 ഇഞ്ച് ഞാനത് അവിടെ ആദ്യം ഒന്ന് എടുക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 7 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഇപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് 7 ഇഞ്ചാണ്. അവിടെ നിന്ന് നമ്മൾ കൈക്കുഴിയുടെ അളവാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. ആ അളവിൽ നിന്ന് 3 ഇഞ്ച് 3.5 ഇഞ്ചോളം നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കൈക്കുഴി ഒന്ന് ആദ്യം വരച്ച് കൊടുക്കാം. ഈ ഒരു ചെരിച്ച ലൈൻ വരച്ച് കൊടുത്തതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പകുതിയിലേക്ക് മുകളിൽ നിന്ന് ഇവിടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്ത് പകുതിയുടെ ശേഷം ഈ സൈഡിലൂടെ ഇങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇവിടെ സ്ലീവ് റൗണ്ടും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ വണ്ണമുള്ള ആ ഭാഗമാണ് അവിടെ 16 ഇഞ്ചാണ് മോളുടേത്. അപ്പോൾ 8 ഇഞ്ച് അതിന് 2 വാക്കാക്കുമ്പോൾ 8 ഇഞ്ചും തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്തിട്ട് അത് അവിടേക്ക് നമ്മൾ കൈക്കൂടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അപ്പം ആ ഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗം, അതായത് മൊത്തത്തിൽ 16 ഇഞ്ചാണ്, അതിൽ 7 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് 8-9 ഇഞ്ചോളം താഴേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് അത് എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്തിനനുസരിച്ചുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരിക. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വരിക ഇങ്ങനെയാണ്. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ചെറിയൊരു ഞൊറി വിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എപ്പോഴും എൻ്റെ മോള് പറയും എനിക്ക് എന്താ പറയുക കുറച്ച് ഞൊറി വിട്ടിട്ടുള്ള ഒരു സ്ലീവ് വെച്ചിട്ട് ആ ഡ്രസ്സ് തയ്ച്ച് തരണം എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഡ്രസ്സിന് ഇതുപോലെ ഒരു സ്ലീവ് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക ഞൊറി വെക്കാനായിട്ട് ഒരു എക്സ്ട്രാ ക്ലോത്ത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 14 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ 7 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ച് വരുന്നതുകൊണ്ട് 7 ഇഞ്ച് ആദ്യം എടുത്തു. അപ്പോൾ അതിലേക്ക് നമുക്ക് 9 ഇഞ്ച് വേണം. അപ്പോൾ അതങ്ങനെ 9 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തയ്യൽ തുമ്പ് അടക്കി. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ആ ഒരു എന്താ പറയുക ഞൊറിവാക്കി എടുക്കാനുള്ള ക്ലോത്ത് ആദ്യം താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. മടക്കി തയ്ക്കല്ല, ഇത് നമുക്ക് അലാസ്റ്റിക് ഇട്ടെടുക്കാനുള്ള ഭാഗമാണ്. ഇപ്പോൾ ഞാനിത് ഇതുപോലെ നമ്മുടെ അലാസ്റ്റിക് ഒരു 1/2 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള അതുപോലെയാണ് മടക്കി തയ്ക്കുന്നത് കേട്ടോ. ആ ഒരു ഗ്യാപ്പിലൂടെ 1/2 ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് കൊള്ളുന്ന വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൽ ഈ ഒരു തുണി വെച്ച് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞൊറി വിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഒരു 2-2.5 ഇഞ്ചോളം ഇവിടുന്ന് ഇതായി തയ്ക്കുന്ന ഭാഗത്തുനിന്ന് ഏകദേശം 2-2.5 ഇഞ്ചോളം ഞാൻ ഞൊറി വന്നിട്ട് കൊടുക്കുന്നില്ല. അതിന് ശേഷമാണ് ഞൊറി വിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആ ഭാഗത്തൊന്നും കൂടുതൽ ഞൊറി വിട്ട് നമുക്ക് കാണില്ലല്ലോ, തയ്യൽ വരുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് 2.5 ഇഞ്ചോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞൊറി വിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലോത്തിനനുസരിച്ചുള്ള ഞൊറിവ് കൊടുക്കാം കേട്ടോ. അപ്പം എന്നിട്ട് ആദ്യം ഒന്ന് ഞൊറി വിട്ട് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ച് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗം നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അത് ആ ഒരു രീതിയിലുള്ള 2 ഇഞ്ച് കുറച്ചിട്ട് ഉള്ള അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ എന്താ പറയുക നമ്മുടെ നെക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് നമ്മൾ അലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് മിസ്സായി പോയതാണ് കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് കരുതി. അപ്പോൾ അലാസ്റ്റിക് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവ് റൗണ്ട് ഉണ്ടാവുമല്ലോ, ആ റൗണ്ടിൻ്റെ അളവില്ലേ, ആ അളവിൻ്റെ 2 ഇഞ്ച് കുറച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്ലീവ് റൗണ്ട് 13 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ 11 ഇഞ്ച് ലെങ്ത്തിലാണ് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ ഒരു നമ്മൾ മടക്കി തേച്ച ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് ഒരു പിന്ന് കൊണ്ട് ഒന്ന് ഉള്ളിലൂടെ ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല, മേലെ ഒന്ന് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ആ സ്ലീവ് നമ്മുടെ ഇവിടെ വെച്ചൊന്ന്
ഷോൾഡറിനെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്ലീവ് തയ്ക്കുന്നത് എല്ലാവരും ചെയ്യണ പോലെ തന്നെ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യം ഷോൾഡർ കൂട്ടിയ സെൻറ്റർ ഭാഗത്ത് വെച്ച് 2 സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അലാസ്റ്റിക് കണ്ടോ, അതാ ഇത്ര രീതിയിലാണ് അലാസ്റ്റിക് വെച്ചിട്ടുള്ളത്. വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് ഞാൻ ഓണാക്കി എന്നുള്ള വിചാരിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ കാണുന്നില്ല, എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. ഇനി നമുക്കിതാ എന്താ പറയുക 2 സ്ലീവും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുർത്തി മൊത്തത്തിലൊന്ന് കൂട്ടി 2 സൈഡും കൂട്ടി തയ്ക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തു നിന്ന്, അതായത് നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് വെച്ച ഭാഗത്തു നിന്ന് മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒന്നും ഇനി തയ്യൽ തുമ്പ് നോക്കേണ്ട കാര്യമില്ല. അലാസ്റ്റിക് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതിയിലാണ്ട് എടുത്താൽ മതി. അവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഒക്കെ ഒരു ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചാൽ മതി. കാരണം നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് സ്ലീവ് ആയാലും ടോപ്പ് ആയാലും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഓപ്പണിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ വരുന്ന രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരുന്നതുകൊണ്ട് 2 സൈഡും നമ്മൾ ഓപ്പൺ വരെ തയ്ച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, താഴ്ഭാഗം മടക്കി തയ്ക്കാൻ പറ്റുള്ളൂ. നമ്മളിത് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തയ്ച്ച് തുടങ്ങിയാൽ മറ്റേ സൈഡ് എത്തുന്നത് വരെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക അതിൻ്റെ അപ്പുറം ഭാഗത്തിന് വരെ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 2 സൈഡും നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തു നിന്ന് തുടങ്ങി ഓപ്പണിൻ്റെ ഭാഗം വരെ നമ്മൾ തയ്ച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൈഡ് ഓപ്പണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കാരണം ഒരു വൃത്തിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിതാ ഇപ്പോൾ ഈ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് തയ്ച്ച് വരുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ബാക്ക് ഭാഗത്ത് റൗണ്ടിലും കൂടി നമ്മൾ മെഷീനിൽ നിന്ന് എടുക്കാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ വീണ്ടും നമ്മളിങ്ങനെ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്കും കൂടി നമ്മളൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. താഴ്ഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ നല്ല പണിയായിരിക്കും. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ആ തുമ്പത്തുകൂടിയും കൂടി ഒന്ന് നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഭാഗത്ത് ഇപ്പോൾ എത്തി അവിടെ ഇവിടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതിയെങ്കിൽ കുഴപ്പമില്ല. വൃത്തിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തുമ്പിലൂടെയും കൂടി ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ വൃത്തിയായിട്ട് നിൽക്കും. എന്നിട്ട് അയൺ ചെയ്താൽ നല്ല സെറ്റായി നിൽക്കും. ശരിക്കും ഒരു സ്റ്റിച്ച് മതി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് തുമ്പത്തൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ആ സൈഡും കൂടി ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്തി നമ്മളിങ്ങനെ എന്താ പറയുക ബോഡി ഷേപ്പിനനുസരിച്ച് ഷേപ്പാക്കി കൊടുക്കുന്നൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് കുറച്ചൊരു ലൂസായി കിടക്കാനുള്ള ടൈപ്പ് മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് റൗണ്ട് കൂടി തയ്ച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് കൂടിയാണ് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത്. സ്ലീവിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല എന്താ പറയുക ഞൊറിവൊക്കെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ അലാസ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. നെക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺസൊക്കെ നല്ല എന്തെങ്കിലും ഒരു ഡിസൈനുള്ള ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ്. നമ്മൾ ഫ്രണ്ട് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടും ബാക്ക് ഇങ്ങനെ ലെങ്ത്ത് കൂടിയിട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിലേക്കുള്ള പാൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഫ്ഗാൻ മോഡൽ സ്റ്റൈലുള്ള ഒരു പാൻറ്റാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻറ്റും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
ക്ലോത്ത് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചാണ് ഉള്ളത്. അപ്പം പാൻറ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ചാണ് ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നുള്ളൂ. അതായത് അരവണ്ണത്തിൻ്റെ ഭാഗം അലാസ്റ്റിക് കൊടുക്കാനായിട്ട് കേട്ടോ. ബാക്കി താഴ്ഭാഗത്ത് മടക്കി തയ്ക്കാനുള്ള നമ്മളെ ക്ലോത്തിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ താഴ്ഭാഗത്ത് വേറെ ക്ലോത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് വെച്ച് തയ്ക്കണം. അപ്പോൾ നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗം മാത്രം 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ ലെങ്ത്ത് 38 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ചാണ് അരവണ്ണത്തിൻ്റെ ഭാഗം അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 40.5 ഇഞ്ചാണ് നമ്മളിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. താഴ്ഭാഗത്ത് നമ്മൾ ലെഗ് റൗണ്ടിന് മടക്കി തയ്ക്കാനുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്, അത് വേറെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അത് എടുത്തിട്ടില്ല. ക്ലോത്ത് നമ്മളൊരു അഫ്ഗാൻ മോഡലാണ്, ഇതിൽ ഒരു കുറച്ച് ഞെറി വിട്ടിട്ടുള്ള പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ അരവണ്ണം കൊടുക്കുകയാണ്. അരവണ്ണം എന്ന് പറയുന്നത് 42 ഇഞ്ചാണ് മോൾഡ് ചെയ്ത്. അപ്പോൾ അതിൽ 42 ഇഞ്ചാകുമ്പോൾ അതിന് 4 ഭാഗമാക്കിയ 10.5 ഇഞ്ചും പിന്നെ അതിലേക്ക് 2.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സീറ്റിംഗ് ലെങ്ത്ത് കൊടുക്കുന്നത് നമ്മൾ അരവണ്ണത്തിന് 4 ഭാഗമാക്കിയിട്ടുള്ള അളവുണ്ടല്ലോ 10.5 ഇഞ്ച്, അതിലേക്ക് 6 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം 16.5 ഇഞ്ചാണ് നമ്മൾ സീറ്റിംഗ് ലെങ്ത്തും 16.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ സീറ്റിംഗ് റൗണ്ടും കൊടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത്. അതായത് നമ്മുടെ അരവണ്ണത്തിൻ്റെ അളവിന് 4 ഭാഗമാക്കിയ അളവിലേക്ക് 6 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ. സീറ്റിംഗ് ലെങ്ത്തും ആ ഒരളവാണ്, സീറ്റിംഗ് റൗണ്ടും ഞാൻ ആ ഒരളവ് കൊടുത്തിട്ട് അവിടെ എൽ ഷേപ്പിലൊന്ന് വരച്ച് കർവ് പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആകെയുള്ള അളവ് എന്ന് പറയുന്നത് ലെഗ് റൗണ്ടാണ്. ലെഗ് റൗണ്ട് മോൾഡ് ചെയ്ത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 2 ഭാഗമാക്കുമ്പോൾ നമുക്ക് 6.5 ഇഞ്ച് വരും. ഈ 6.5 ഇഞ്ചിലേക്ക് നമുക്ക് എത്രയാണോ ഞൊറിവിട്ട് കൊടുക്കേണ്ടത്, കുറച്ച് കൂടുതൽ ഞാനൊരു 4-5 ഞൊറിവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ 2 ഇഞ്ച് സാധാ ചെയ്യുന്നത് പോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് നമ്മൾ സാധാ തയ്യൽ തുമ്പുണ്ടല്ലോ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ലെഗ് റൗണ്ടിനേക്കാൾ 7 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വീതി വരുന്നുണ്ട് നമ്മുടെ ലെഗ് റൗണ്ടിൻ്റെ ഭാഗം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഞൊറിവിട്ട് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഞൊറിവിടാൻ വേണ്ടിയിട്ട് 4-5 ഞൊറിവിടാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പീസ് എന്ന് പറയുന്നതാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് എക്സ്ട്രാ കൊടുക്കാനുള്ള, ലെഗ് റൗണ്ടിൽ എക്സ്ട്രാ കൊടുക്കുന്ന പീസ്. അതൊരു 4.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതി 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ലെഗ് റൗണ്ടിലെ 13 ഇഞ്ചിന് ആ അളവിലേക്ക് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ള ആ ഒരു ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് അളവ്, അതായത് നമുക്ക് തയ്യൽ തുമ്പ് അടക്കിയിട്ടുള്ള അളവ്, ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെഗ് റൗണ്ടിൻ്റെ ഭാഗം നല്ല ക്ലോത്ത് നമ്മൾ അങ്ങനെ ചെറിയ ഞൊറിവിട്ട് കൊടുക്കണം. ആ അളവിനനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ട് വേണം. നമ്മളിപ്പോൾ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ അതിനനുസരിച്ച് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. കൂടുതൽ ഞൊറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെഗ് റൗണ്ടിൽ നമുക്ക് കൂടുതൽ കൊടുക്കാം കേട്ടോ. എന്നാൽ ഞാനിവിടെ 5 ഇഞ്ചും 2 ഇഞ്ചും പിന്നെ സാധാ കൊടുക്കുന്ന തയ്യൽ തുമ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ നല്ല ഞൊറി വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ അളവ് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഞാനിവിടെ ഇങ്ങനെ ഞൊറിവിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു എന്താ പറയുക, ഒരു സെൻറ്റർ ഭാഗത്ത് ഞൊറിവ് വരുന്ന രീതിയിലാണ് ഞാനിവിടെ ഞൊറിവിട്ട് കൊടുക്കുന്നത്. തയ്യൽ തുടങ്ങുന്ന ഭാഗത്തൊന്നും ഒരു 3 ഇഞ്ചോളം തയ്ക്കാതെ ഒരു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഞൊറി വരുന്ന രീതിയിൽ കുറച്ച് വീതിയിലാണ് ഞാൻ ഞൊറിവിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് ഞൊറിവിട്ട് കൊടുക്കുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ ലെഗ് റൗണ്ടിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ ഞൊറിവിട്ട് ഒരു ഏകദേശം 4-5 ഞൊറിവ് എനിക്ക് കിട്ടുന്നുള്ളൂ. കാരണം ഞാൻ 5 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത്. പിന്നെ തയ്യൽ തുമ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ അത് ഇതിലേക്ക് ഞൊറിവിടാൻ കൂട്ടാൻ പറ്റില്ല. അത് നമുക്ക് എക്സ്ട്രാ തയ്ക്കാനുള്ള തുമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ക്ലോത്തിനനുസരിച്ച് തന്നെ നമ്മളൊരു 4 ഞൊറിവിട്ടപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ എങ്ങനെ വെച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസ് ഒന്നും എടുത്തിട്ടില്ല. ഞാനിതാ ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ മടക്കി തയ്ക്കാത്ത ആ ഭാഗം വേണം എന്ത് ചെയ്യാൻ നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗം കാണുന്ന പോലെ ലെഗ് റൗണ്ടിൻ്റെ ഇതാ ഞൊറിവൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഭാഗം ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു എക്സ്ട്രാ കട്ട് ചെയ്ത ആ ഒരു ഇപ്പോൾ മടക്കി തയ്ച്ചില്ല ആ ഒരു ക്ലോത്തിൻ്റെ മടക്കി തയ്ക്കാത്ത ആ ഒരു ഭാഗം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്ക് വരണം കേട്ടോ. ഇത് പാൻറ്റിൻ്റെ ചീത്ത ഭാഗം ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ക്ലോത്താണ് നമ്മുടെ ലെഗ് റൗണ്ടിൻ്റെ കറക്റ്റ് അളവ് വേണ്ടത് കേട്ടോ. അതിനനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ മറ്റേ ക്ലോത്ത് പാൻറ്റിൻ്റെ ക്ലോത്ത് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകൂടി ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ഉണ്ടോ, നല്ല ഭാഗത്തേക്കാണ് ഇതുപോലെ ഒന്ന് മറിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ താഴത്തുള്ള ആ ഒരു ക്ലോത്തിൻ്റെ 1.5 ഇഞ്ചോളം വീതി വരും കേട്ടോ. ഞാനൊരു 4.5 ഇഞ്ച് വീതിയാണ് ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. 1/4 ഇഞ്ച് നമ്മൾ ആദ്യം മടക്കി തയ്ച്ചു, പിന്നെ 1/4 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും പോവും. എന്നിട്ട് ഇങ്ങനെ മടക്കി തയ്ച്ച് വരുമ്പോൾ ഏകദേശം കണ്ടോ നമുക്കൊരു 1.5-2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു താഴ്ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് കേട്ടോ. താഴ്ഭാഗം ഇങ്ങനെ നമുക്ക് ഞൊറിവൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റേ പാർട്ട് 2 ഭാഗം ഉണ്ടാവുമല്ലോ, അത് 2 സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് തയ്ക്കാം. നമ്മൾ ഒരു പീസ് ഇങ്ങനെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം പാൻറ്റിൻ്റെ. എന്നിട്ട് മറ്റേ പീസ് നമ്മളിത് അവിടെ ലെഗ് റൗണ്ട് താഴ്ഭാഗമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, മറ്റേ 2 ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന പോലെ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പാൻറ്റ് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാമല്ലോ. അപ്പോൾ അതിന് ഞാൻ അധികം വിശദമായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു എന്താ പറയുക താഴ്ഭാഗം മാത്രമേ ഞൊറി വിട്ടൊന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൂ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് പിന്നെ നല്ല ഭാഗത്തേക്ക് ക്ലോത്ത് മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അലാസ്റ്റിക് ഇടാനുള്ള ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അലാസ്റ്റിക് എത്രയാണോ വീതി, നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വീതിക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മടക്കി തയ്ക്കാം. ഇതുപോലെ ആ വീതിക്കനുസരിച്ച് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എൻഡ് വരെ ഇതുവരെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അലാസ്റ്റിക് ഇവിടെ എടുത്തിട്ടുണ്ട്. അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ അരവണ്ണം എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 39 ഇഞ്ച് ലെങ്ത്തിലാണ് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മളൊരു പിന്ന് ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പുറം ഭാഗത്തെ കൂടെ വരുന്ന വരെ നമ്മളിപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് വീഡിയോ എങ്ങനെ അലാസ്റ്റിക് ഇടുന്നതൊന്നും അധികം കാണിക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നും ഇങ്ങനെ പറഞ്ഞു പോവാറേ ഉള്ളൂ. അപ്പോൾ അത് അപ്പുറം സൈഡിലൂടെ വന്നിട്ടുണ്ട് അലാസ്റ്റിക്. എന്നിട്ട് നമ്മൾ ആ പിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും അലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിന് ആ ഭാഗമില്ലേ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കാം. രണ്ട് സൈഡും നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് തയ്ച്ചതിന് ശേഷം ഇതുപോലെ അലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിക്കണം. വലിച്ച് പിടിക്കുമ്പോൾ നമ്മൾ അലാസ്റ്റിക്കും ക്ലോത്തും കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് സെൻറ്റർ ഭാഗത്തൂടെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ അലാസ്റ്റിക് നന്നായിട്ട് 2 സൈഡിൽ നിന്നും വലിച്ച് പിടിച്ച് വേണം തയ്ക്കാനായിട്ട്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. 2 സൈഡിൽ നിന്ന് ഞാൻ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സെൻറ്റർ ഭാഗത്തൂടെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അലാസ്റ്റിക് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഈ ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് 2 വട്ടം ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അലാസ്റ്റിക് നമുക്ക് കാണാത്ത വിധത്തിൽ ഇതുപോലെ 2 സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് 2 സൈഡിലേക്കൊന്ന് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണാത്ത രീതിയിലൊന്ന് ഇവിടെ തയ്ച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും എൻ്റെ ഭാഗം ഇവിടെ നിന്ന്
ചീത്ത ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ പിടിക്കാം. നമ്മൾ പിന്നെ 2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്കൊരു ഒരു ഏകദേശങ്ങൾ നമുക്കറിയാമല്ലോ, 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ തന്നെ കറക്റ്റ് അളവായിരിക്കും. പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ ലെഗിൻ്റെ എൻ്റെ ഭാഗം വരെ ഇതുപോലെ ഏകദേശം ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. താഴ്ഭാഗം ഞൊറിവൊക്കെ ആയിട്ട് എന്താ പറയുക, അഫ്ഗാൻ സ്റ്റൈലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാൻറ്റ് തയ്ക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കോഡ് സെറ്റാണിത്. നമ്മൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല ക്ലോത്തിൻ്റെ, പക്ഷേ അടിപൊളി ക്ലോത്താണ്. നമുക്ക് ഡെയിലി ഇപ്പോൾ കോളേജിലേക്കോ ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ്. നമുക്ക് അലക്കിയാലൊന്നും അധികം എന്താ പറയുക, ക്ലോത്ത് പെട്ടെന്ന് കേടരാത്ത ആ ഒരു ടൈപ്പ് ക്ലോത്താണ്. പിന്നെ മീറ്ററിനാണെങ്കിലും ആകെ 70 രൂപയുള്ളൂ. 4 മീറ്റർ കൊണ്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സ്ലീവിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ എൻ്റെ താഴ്ഭാഗം വലിപ്പം എന്താ പറയുക, ഫ്രണ്ടിൽ കുറച്ച് ഇറക്കം കുറഞ്ഞു, ബാക്ക് ഭാഗം കുറച്ച് ഇറക്കം കൂട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പാൻറ്റിലും നമ്മൾ ഞൊറിവൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുള്ള ലുക്ക് കാണിക്കാൻ, ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് പോകുമ്പോഴാണ് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫാമിലി ടുഗദറാണ്. അപ്പോൾ അന്ന് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അവിടുന്ന് ആ പ്രോഗ്രാം നടക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ആ നെക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ നന്നായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും അവൾക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലീവിൻ്റെ ഞൊറിവും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.